ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ്. അതിനായിട്ട് ഞാനൊരു സ്പ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. 2 ഓഫ് കപ്സ് ആണ്, അത് കഴിഞ്ഞ് നൈറ്റ് ഓഫ് വാൻസ്, മൂന്നാമതായിട്ട് ജസ്റ്റിസും, പിന്നെ നമുക്ക് 9 ഓഫ് പെൻറ്റക്കിൾസും, ലാസ്റ്റ് നമുക്ക് 4 ഓഫ് പെൻറ്റക്കിൾസും ആണ് കിട്ടിയിരിക്കുന്നത്. 2 ഓഫ് കപ്സ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. അവർക്ക് ഒരാഴത്തിലുള്ള ബന്ധം പോലെ തോന്നുന്നുണ്ട്. ഈ ബന്ധം ഇമോഷണൽ കണക്റ്റും ഉണ്ട്. ആൾ അവിടെ ഉണ്ടെന്നും സ്നേഹം, ഉൾക്കാഴ്ച, സംവേദനം കാണിക്കുന്ന ഒരു കാർഡാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് അവർ ഇപ്പോൾ ആവേശഭരിതമായ നിലയിലാണ്. കണ്ടോ, ഒരു കുതിരപ്പുറത്തിരുന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് ആവേശഭരിതമായിട്ടുള്ള ഒരു നിലയിലാണ്. എന്നാൽ ഇത് സ്ഥിരതയുള്ളതല്ല. താൽക്കാലികമായ ആവേശം, ആകർഷണം, ഉത്സാഹം കാണിക്കുന്നു. അവർക്ക് എനർജി ഉണ്ട്, പക്ഷേ ആ ഒരു വിധേയത്വം ഉള്ളതായിട്ട് കാണുന്നില്ല. അടുത്ത് നമുക്ക് ജസ്റ്റിസാണ് കിട്ടിയിരിക്കുന്നത്. അവർ ഇപ്പോൾ ന്യായവും ബുദ്ധിയും ഉപയോഗിച്ച് ഈ ബന്ധം വിലയിരുത്തുകയാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് സത്യം, നന്മ, ശരിയാവുന്ന കാര്യങ്ങൾ എന്നിവയെ ആലോചിക്കുകയാണ് ഈ ജസ്റ്റിസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർക്ക് വ്യക്തിത്വം, സ്വാതന്ത്ര്യത, സ്വന്തം വില മനസ്സിലാക്കുന്ന ഒരു നിലയുണ്ട്. അവൻ അല്ലെങ്കിൽ അവൾ, ചിലപ്പോൾ നിങ്ങൾ ആണുങ്ങളാണ് കാണുന്നതെങ്കിൽ അവളാവാം, ഇല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ അവനാകാം. സ്വയം സന്തുഷ്ടനായി ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ താല്പര്യമുണ്ടാകാമെങ്കിലും അതിന് പിന്നിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ട് എന്ന് ഇതിൽ കാണുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അവരുടെ മനസ്സിൽ ഭയവുമുണ്ട്. അവർ തങ്ങളുടെ ഫീലിങ്സ് തുറന്നു പറയാൻ തയ്യാറല്ല. ഭാവനകളെ, സ്നേഹത്തെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു കൃത്രിമ സുരക്ഷിത നിലയിലാണ് അവർ എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നത്. അവർക്ക് ഭയമുണ്ട്, പക്ഷെ അത് തുറന്നു പറയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. പിന്നെ അവർ തങ്ങളുടെ ഫീലിങ്സ് തുറന്നു പറയാൻ തയ്യാറല്ല. ഭാവനകളെ സ്നേഹിക്കുന്ന, ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൃത്രിമ സുരക്ഷിതത്വമാണ് അവർ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഓവറോൾ പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹവും ആകർഷണവും ഉള്ളവനാണ്. എന്നാൽ അവർക്ക് സ്വാതന്ത്ര്യവും നിയന്ത്രണവും ഇഷ്ടമാണ്. ഒരു ഭാഗത്ത് നിന്ന് അവർ അല്ലെങ്കിൽ അവൾ ഉറപ്പ് വേണം, ഏതും മാറ്റം വരുത്താനും സമത്വമുള്ളതായ ഒരു ബന്ധം ആഗ്രഹിക്കുന്നു. പക്ഷേ മറ്റൊരു ഭാഗത്ത് നിന്ന് അവർ തങ്ങളുടെ ഇഷ്ടങ്ങൾ, ബൗണ്ടറികൾ പിന്തുടരാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവർക്ക് നിങ്ങളുടെ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ സ്വാതന്ത്ര്യവും എല്ലാം അവർ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.